പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുമോ എന്നതിൽ നിർണായക തീരുമാനം ഉടൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രചാരണം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടെന്നാണ് വിവരം. വൻ പരാജയത്തിൽ നേതൃമാറ്റ ആവശ്യം ഉയരുന്നതിനിടെ CPIM CPI നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPI നേതാക്കൾ രംഗത്തു വന്നു. ഭരിക്കുന്നവരോടുള്ള വിരോധം, പാർട്ടികളോടുള്ള വിരോധം അണികളിലും അനുഭാവികളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ഒരു നിലയെടുക്കുന്നൊരവസ്ഥ പലരിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം എന്ന് ഈ പാർട്ടി അനുഭാവികളും അണികളും തീരുമാനിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പ് ഒഴിക്ക് കാരണം. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. 1980 ഇടതുമുന്നണി ഉണ്ടായതിനു ശേഷം ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളൊരു കാലമുണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം ഗുണം ഇടുക്കിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിമാർ ഇടുക്കിയിൽ ജയിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും. അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണം പ്രശ്നമല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടെ തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വത്തെ വിമർശിച്ച് നേതാക്കൾക്ക് കത്തുകളുടെ പ്രവാഹമാണ്. തോൽവിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കത്തെഴുതി അറിയിക്കണമെന്ന P. ജയരാജന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഇമെയിലുകളായി പ്രവർത്തകരുടെ പ്രതിഷേധക്കുറിപ്പുകൾ. പാർട്ടി കോട്ടകളിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂർ അഴീക്കോട്ട് P. ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്തുണ്ട്, കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറുമുണ്ട്. ആദ്യം R. ശ്രീജിത്തിലേക്കാണ്. അവിടെ തിരുവനന്തപുരത്ത് CPMൻ്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾക്കിടെയാണ് ഈ നേതൃയോഗങ്ങൾ തുടങ്ങിയത്. മാത്രമല്ല CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷത, പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും എന്നതുകൂടിയാണ്. വിവരങ്ങളുമായി R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ CPIMൻ്റെയും CPIയുടെയും നേതൃയോഗങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത്? ദിലീപ്, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം രാവിലെ 10 മണിക്ക് AKG സെന്ററിൽ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലാണ് ഈ സെക്രട്ടറി യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇതിനൊപ്പം പ്രതിപക്ഷ മുന്നണിയെ ആര് നയിക്കണം എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനവും ഇന്നത്തെ സെക്രട്ടറി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരട്ടെ എന്ന അഭിപ്രായമാണ് പാർട്ടിക്കകത്ത് ഇപ്പോൾ പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, പിണറായി വിജയൻ നയിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി ദുർബലമായി പോകും. 35 അംഗങ്ങൾ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമസഭയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നയങ്ങളും നിലപാടുകളും ശക്തമായി ഉന്നയിക്കാൻ പിണറായിയെ പോലൊരു കരുത്തനായ നേതാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അതിന് കഴിയാതെ വരും. മാത്രമല്ല, രണ്ടാം നിര നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ നിയമസഭാ ഇടപെടലിന് ഉള്ള ഒരു വളർത്തിക്കൊണ്ടുവരുന്നതിനും പിണറായിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. മാത്രമല്ല, 80 പിന്നിട്ട പിണറായി വിജയന് ക്യാബിനറ്റ് പദവിയും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ഇപ്പോൾ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അന്വേഷണങ്ങളും മറ്റും നേരിടേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിനൊരു ക്യാബിനറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി ഉള്ളത് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും മറുപടി പറയാനും ഇടപെടാനുമുള്ള ഒരു കരുത്ത് നൽകും. അത്തരത്തിലുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് CPIMനകത്ത് ഉയരുന്നത്. അതായത് ഒരു നേതൃമാറ്റം, ഒരു തലമുറ മാറ്റം തൽക്കാലം സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ CPIMൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് കൂടി നിർണായകമാകും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തുടങ്ങിയവരും ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ നിലപാടുകൾ കൂടി ഇക്കാര്യത്തിൽ നിർണായകമായി മാറും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം ജില്ലാ ഘടകങ്ങൾ ഓരോന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി എങ്ങനെ സംഭവിച്ചു എന്ന ഒരു കർശനമായ വിലയിരുത്തലിലേക്ക് കടക്കും. ആ വിലയിരുത്തൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും സംസ്ഥാന സമിതി ചേർന്ന് വളരെ വിശദമായി സമഗ്രമായിട്ടുള്ള ഒരു ഫല അവലോകനത്തിലേക്ക് കടക്കുന്നത്.
നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് രാവിലെ ഇപ്പോൾ തുടങ്ങുന്നത്. CPIയിലും നേതൃത്വത്തിനെതിരെ കാര്യമായ വിമർശനത്തിന് സാധ്യതയുണ്ട്. 2001 ശേഷം CPI നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2001 7 സീറ്റിലേക്ക് പോയിരുന്നു. ഇത്തവണ 8 സീറ്റുണ്ട്. മത്സരിച്ചത് 25 സീറ്റുകളാണ്. ഏതാണ്ട് 3/1 CPI ചുരുങ്ങിപ്പോയി. പല പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതായത് 30 കൊല്ലമായി ജയിച്ചുകൊണ്ടിരുന്ന നാദാപുരം, സിറ്റിംഗ് സീറ്റായ ചാത്തന്നൂർ എന്നിവരെല്ലാം പരാജയപ്പെട്ടു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റിയുള്ള ഒരു പരിശോധന വേണം. എങ്ങനെയാണ് തോൽവി സംഭവിച്ചതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ പരിശോധന വേണം. 2001 മാതൃകയിൽ ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഒരുപക്ഷേ CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഉയർന്നേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.